ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ പൂരത്തിൻ്റെയും നേർച്ചയുടെയൊക്കെ സമയമാണ്. നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്? അവിടെ ആനയെ കണ്ടിട്ടുണ്ടോ? ആന മതമിളകി പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകളാണ് നമ്മളിപ്പോൾ ന്യൂസുകളിലൂടെയൊക്കെ കണ്ടും കേട്ടുമിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പറയും അങ്ങോട്ട് പോകണ്ടട്ടോ, അത് സീനാണ്, അതാകെ സീനാണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അടിപിടി കേസ് ഉണ്ടെങ്കിൽ മോനെ അങ്ങോട്ട് പോകണ്ട, ഭയങ്കര സീനാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ അധ്യാപകൻ ഭയങ്കര ദേഷ്യത്തിനാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സുഹൃത്തിനോട് പറയും മോനെ ഇപ്പം നിൽക്കേണ്ട ആള് ഭയങ്കര ദേഷ്യത്തിനാണ്, ആകെ സീനാണ് അല്ലേ? ഈ സീനാണെന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെയൊക്കെ പ്രയോഗിക്കുകയാണ് അല്ലേ? അങ്ങോട്ട് പോകണ്ട, സീൻ എന്ന് പറയുന്ന ഒരു അറബിക് ലെറ്ററാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പേര് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സീൻ എന്നുള്ള ലെറ്റർ എഴുതുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ചെറിയ രണ്ട് കൊട്ടയാണ്. അതിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട്, ഓക്കെ, നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ചെറിയ രണ്ട് കൊട്ട അതിങ്ങനെ അടുപ്പിച്ച് വെച്ച്. അപ്പോൾ നമ്മൾ ഏകദേശം എഴുതുമ്പോൾ ആ കൊട്ടയുടെ രൂപം ഏകദേശം ഇങ്ങനെ ചെറിയ രണ്ട് കൊട്ടയുടെ രൂപത്തിൽ ഇങ്ങനെ എഴുതും. ഓക്കെ, രണ്ട് കൊട്ട ഇങ്ങനെ അടുപ്പിച്ച് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണുന്നു. ഇനി നിങ്ങൾക്ക് കാണാം ഒരു ബിഗ് അല്ലേ, വലിയ കൊട്ട. ആ വലിയ കൊട്ട അതിനോട് ചാരി ഇതാണ് അറബിക്കിലെ സീന് എന്ന് പറയുന്നത്. ഇനി സീനിൽ നമുക്ക് 10 ശബ്ദങ്ങളുണ്ട്. ചെറിയ രണ്ട് കൊട്ട ഇങ്ങോട്ട്. സീൻ എഴുതുമ്പോൾ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സ, സി, സു, സ്, ഇത് സെന്നാണ്. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഓക്കെ, കട്ട് ചെയ്ത് ഇത് നേരെയാക്കി കൊടുത്ത് അലിഫ് കൊടുത്തതിന് ശേഷം തൻവീൻ ഉണ്ടോ? ഇങ്ങനെയാണ് തൻവീൻ ഫത്തഹ് വരുമ്പോൾ ഇവിടെ വരിക. നമ്മൾ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. സീന് എന്നുള്ള ലെറ്റർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കൂട്ടി എഴുതുന്ന സമയത്ത് ഒരു കത്രിക സങ്കല്പിക്കും, ഇവിടെ കട്ട് ചെയ്യും അല്ലേ? അങ്ങനെ നമ്മൾ സങ്കല്പിച്ചത്. അങ്ങനെ വരുമ്പോൾ സീൻ എന്ത് ചെയ്യും? നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ രൂപത്തിലാണ്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത ആ ഒരു കൊട്ടയുടെ ഭാഗം ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. ഓക്കെ, ജസ്റ്റ് മായ്ച്ചു. അപ്പോൾ ഈ രൂപത്തിലാണ് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് സീന് കിട്ടും. ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. വേർഡ്സിലേക്ക് കടന്നാൽ സ, ബ, പുൻ കണ്ടോ? ഇവിടെ കട്ട് ചെയ്ത ഭാഗമാണുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കുട്ടികൾക്ക് ഇത് മിസ്സാവാറുണ്ട്. ഇത് മിസ്സായി കഴിഞ്ഞാൽ സീനാവും. ഓക്കെ, അതേപോലെ തന്നെ ഇസ്മുൻ. ഓക്കെ, നെക്സ്റ്റ് ഷംസുൻ. ഒരു വേർഡിന്റെ അവസാനത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സീൻ എങ്ങനെയാണോ ഇടുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ഇട്ടുകൊടുക്കുക. അപ്പോൾ സീന് എന്ന് പറയുന്ന ലെറ്റർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.